A dream is not that which you see while sleeping. It is something that does not let you sleep. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഈ ഒരു കോട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് APJ അബ്ദുൾ കലാം എന്ന നമ്മുടെ സ്വന്തം മിസൈൽ മാൻ ഓഫ് ഇന്ത്യയുടെ മുഖം തന്നെയാണ്. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ. ഇന്ന് ജൂലൈ 27 ആണ് APJ അബ്ദുൾ കലാം മെമ്മോറിയൽ ഡേ ആയിട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. 2015 ജൂലൈ 27 അദ്ദേഹം മരിച്ച ദിവസം. ആ ദിവസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ ന്യൂസ് കേട്ടപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാള് മരിച്ചുപോയ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നു, മിസൈൽ മാൻ ആയിരുന്നു, എല്ലാവരോടും വളരെ മനുഷ്യത്വപരമായിട്ട് ഇടപഴകിയ ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം. അദ്ദേഹത്തിന്റെ കുറച്ചധികം ഫേമസ് ആയിട്ടുള്ള കോട്ട്സും അതേപോലെ അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിലെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ഭാഗങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ എല്ലാ കോട്ട്സും വളരെയധികം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കോട്ട്സ് ആണ്. ഡ്രീം ഡ്രീം ഡ്രീം, ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ഒരുപാട് സ്വപ്നം കാണാൻ നമ്മളോട് പറഞ്ഞ വ്യക്തിയാണ്. സ്വപ്നങ്ങളാണ് ചിന്തകളായിട്ടും പിന്നീട് ചിന്തകളാണ് പ്രവൃത്തിയായിട്ടും മാറുന്നത് എന്ന് ഈ കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദ ഡിസീസ് കോൾഡ് ഫെയിലിയർ. ഇറ്റ് വിൽ മേക്ക് യു എ സക്സസ്ഫുൾ പേഴ്സൺ. തോൽവി എന്ന രോഗത്തിന്റെ നല്ല മരുന്നുകളാണ് ആത്മവിശ്വാസവും കഠിനാധ്വാനവും എന്നാണ് ഈ കോട്ടിൽ പറയുന്നത്. വെൻ അവർ സിഗ്നേച്ചർ ചേഞ്ചസ് ടു ഓട്ടോഗ്രാഫ്, ദിസ് മാർക്സ് ദ സക്സസ്. നമ്മുടെ ഒപ്പ് ഒരു ഓട്ടോഗ്രാഫ് ആയിട്ട് മാറുമ്പോൾ അതിനെയാണ് നമുക്ക് സക്സസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഫെയിലിയർ വിൽ നെവർ ഓവർടേക്ക് മീ ഇഫ് മൈ ഡിറ്റർമിനേഷൻ ടു സക്സീഡ് ഈസ് സ്ട്രോങ് ഇനഫ്. ജയിക്കാനുള്ള എന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ തോൽവി ഒരിക്കലും എന്നെ ഓവർടേക്ക് ചെയ്യില്ല. ലവ് യുവർ ജോബ് ബട്ട് ഡു നോട്ട് ലവ് യുവർ കമ്പനി ബിക്കോസ് യു മെ നോട്ട് നോ വെൻ യുവർ കമ്പനി സ്റ്റോപ്സ് ലവിങ് യു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. യുവർ ബെസ്റ്റ് ടീച്ചർ ഈസ് യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അതേപോലെ നമ്മുടെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ മിസ്റ്റേക്ക് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. മാൻ നീഡ്സ് ഹിസ് ഡിഫിക്കൽട്ടീസ് ബിക്കോസ് ദേ ആർ നെസസറി ടു എൻജോയ് സക്സസ്. വിജയം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേ തീരൂ. ലൈഫ് ആൻഡ് ടൈം ആർ ദ വേൾഡ്സ് ബെസ്റ്റ് ടീച്ചേഴ്സ്. Life teaches us to make good use of time and time teaches us the value of life. ജീവിതവും സമയവുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ടീച്ചേഴ്സ്. കാരണം ജീവിതം നമ്മളെ സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. സമയം നമ്മളെ ജീവിതത്തിന്റെ വില പഠിപ്പിക്കുന്നു. You cannot change your future, but you can change your habits and surely your habits will change your future. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ് മാറ്റാം. ആ ഹാബിറ്റ്സ് തന്നെ നമ്മളുടെ ഫ്യൂച്ചർ മാറ്റിക്കോളും. All birds find shelter during a rain, but eagle avoids rain by flying above the clouds. എല്ലാ പക്ഷികളും കൂടണഞ്ഞ് മഴയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഈഗിള് മാത്രം ക്ലൗഡ്സിന് മുകളിലൂടെ പറന്ന് മഴയെ അവോയ്ഡ് ചെയ്യുന്നു. Accept your past without regret, handle your present with confidence and face your future without fear. നമ്മുടെ പണ്ടത്തെ കാലത്തെ റിഗ്രറ്റുകളൊന്നും ഇല്ലാതെയും ഇപ്പോഴത്തെ കാലത്തെ കോൺഫിഡൻസോടുകൂടിയും ഫ്യൂച്ചറിനെ, ഭാവി കാലത്തെ പേടിയില്ലാതെയും നേരിടണമെന്ന് ഈ കോട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇറ്റ് ഈസ് വെരി ഈസി ടു ഡിഫീറ്റ് സംവൺ ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു വിൻ സംവൺ. ഒരാളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജയിക്കാനാണ് ബുദ്ധിമുട്ട്. വിന്നേഴ്സ് ആർ നോട്ട് ദോസ് ഹു നെവർ ഫെയിൽ ബട്ട് ദോസ് ഹു നെവർ ക്വിറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്. വിജയിച്ചവരെന്ന് പറയുന്നത് ഒരിക്കലും തോൽക്കാത്തവരല്ല, അവരൊരിക്കലും ക്വിറ്റ് ചെയ്യാത്തവരാണ്. ഇഫ് യു ഫെയിൽ നെവർ ഗിവ് അപ്പ് ബിക്കോസ് ഫെയിൽ മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫെയിൽ എന്നുള്ളതിന് അദ്ദേഹം പുതിയൊരു മീനിങ് തന്നെ കൊടുത്തിരിക്കുകയാണ്. നെവർ ബി എ പ്രിസണർ ഓഫ് യുവർ പാസ്റ്റ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ലെസൺ, നോട്ട് എ ലൈഫ് സെന്റൻസ്. ഒരിക്കലും പാസ്റ്റിന്റെ പ്രിസണർ ആവാതിരിക്കുക. അത് വെറും ഒരു പാഠാണ്, അല്ലാതെ ഒരു ലൈഫ് സെന്റൻസ് അല്ല, ജീവിതകാലം മുഴുവനുള്ള ഒരു ശിക്ഷയല്ല. ഐ എം നോട്ട് ഹാൻസം ബട്ട് ഐ ക്യാൻ ഗിവ് മൈ ഹാൻഡ് to someone who needs help because beauty is required in the heart, not in face. ഞാൻ ഹാൻസം അല്ല, പക്ഷേ ഹെൽപ്പ് ആവശ്യമുള്ള ഒരാൾക്ക് എന്റെ ഹാൻഡ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം സൗന്ദര്യം എന്നത് മുഖത്തിലല്ല, ഹൃദയത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. എക്സലൻസ് ഹാപ്പൻസ് നോട്ട് ബൈ ആക്സിഡന്റ്, ഇറ്റ് ഈസ് എ പ്രോസസ്. എക്സലൻസ് എന്നുള്ളത് ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല, അതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൺടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റൈൻഡ് പ്ലേസ്, ദാറ്റ് ഈസ് ദ യുണീക് യു. ഹാവ് എൻ എയിം ഇൻ ലൈഫ്, continuously acquire knowledge, work hard and have perseverance to realize that great life.
നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തുന്നത് വരെ ഫൈറ്റ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുക, അറിവ് സമ്പാദിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഗ്രേറ്റ് ലൈഫിൽ എത്താൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ഓഫ് us do not have equal talent, but all of us have an equal opportunity to develop our talents. എല്ലാവർക്കും ഒരുപോലെ കഴിവുകളില്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരേ അവസരമാണ് നമ്മുടെ ടാലൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഡോണ്ട് ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ യുവർ ഫസ്റ്റ് വിക്ടറി, because if you fail in second, more lips are waiting to say that your first victory was just luck. ആദ്യത്തെ വിജയത്തിന് ശേഷം റെസ്റ്റ് എടുക്കരുത്, കാരണം രണ്ടാമത് നിങ്ങൾ പരാജയപ്പെട്ടാൽ അധികം പേരും പറയുന്നത് ആദ്യത്തേത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടുണ്ടായ വിജയമാണ് എന്നായിരിക്കും. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ സൂര്യനെ പോലെ ബേൺ ചെയ്തേ പറ്റൂ. 2 rules for a peaceful life. Depression in failure should never go to heart, and ego in success should never go to the brain. പരാജയപ്പെടുമ്പോഴുള്ള സങ്കടം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക, വിജയിക്കുമ്പോഴുള്ള ഈഗോ നമ്മുടെ ബ്രെയിനിലേക്കും എടുക്കാതിരിക്കുക. ഈ ഒരു കോട്ട് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ആക്ടർ വിജയുടെ ഒരു കോട്ടാണ്. 2 things will define you. 1 is your determination when you have nothing, and second is your attitude when you have everything. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കോട്ടാണ്. സോ ഇനിയും ഒരുപാട് കോട്ട്സ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ ഒരുപാട് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ട്സ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ ബുക്കിൽ വിങ്സ് ഓഫ് ഫയർ എന്നുള്ള ബുക്കിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഓർ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അടുത്തത് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം എയർഫോഴ്സിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ച് ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കാത്ത ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഐ മെറ്റ് സ്വാമി ശിവാനന്ദ, എ മാൻ ഹു ലുക്ക് ലൈക്ക് എ ബുദ്ധ, wearing a snow white dhoti and wooden slippers. He had an olive complexion and black piercing eyes. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. I told him about my unsuccessful attempt to join the Indian Air Force and my long cherished desire to fly. He smiled, washing away all my anxiety almost instantly. Then he said in a feeble but very deep voice, desire, when it stems from the heart and spirit, when it is pure and intense, possesses awesome electromagnetic energy. നമ്മുടെ ആഗ്രഹം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വരുന്നതാണെങ്കിൽ, അത് അത്രയും പ്യുവർ ആൻഡ് ഇന്റൻസ് ആണെങ്കിൽ അത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ക്രിയേറ്റ് ചെയ്യുമെന്ന് ഈ സ്വാമി ശിവാനന്ദ APJ അബ്ദുൽ കലാമിനോട് പറഞ്ഞു. ദിസ് എനർജി ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ഈതർ ഈച്ച് നൈറ്റ് as the mind falls into the sleep state. നമ്മൾ ആ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ എനർജി റിലീസ് ചെയ്യപ്പെടും. Each morning it returns to the conscious state, reinforced with the cosmic currents. That which has been imaged will surely and certainly be manifested. You can rely, young man, upon this ageless promise as surely as you can rely upon the eternally unbroken promise of sunrise and of spring. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വിശ്വസിക്കാം. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുമെന്നുള്ള നമ്മുടെ ആ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. When the student is ready, the teacher will appear. How true. Here was the teacher to show the way to a student who had nearly gone astray. Accept your destiny and go ahead with your life. You are not destined to become an Air Force pilot. What you are destined to become is not revealed now, but it is predetermined. നിങ്ങൾ ഒരു എയർഫോഴ്സ് പൈലറ്റ് ആവാനായിട്ടുള്ള ആളല്ല. നിങ്ങൾ എന്താവണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്, പക്ഷേ ഇപ്പോൾ അത് റിവീൽഡ് ആയിട്ടില്ല. Forget this failure as it was essential to lead you to your destined path. Search instead for the true purpose of your existence. Become one with yourself, my son. Surrender yourself to the wish of God. ഇതാണ് ആ സ്വാമി APJ അബ്ദുൽ കലാമിനോട് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ട്രൂ പർപ്പസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ദൈവത്തിന്റെ ആഗ്രഹത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ബുക്കിൽ ഒരുപാട് അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻസിഡൻസും അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് വളരെ സ്ട്രൈക്കിംഗ് ആയി എനിക്ക് തോന്നിയ ഒരു കാര്യം. അദ്ദേഹവും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആഗ്രഹവും നടക്കാതെ പോയിട്ടുണ്ട്. ആ സമയത്തും അദ്ദേഹം ഒരു സ്വാമിയെ കണ്ട് ആ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് അദ്ദേഹം പ്രയറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. One of the important functions of prayer, I believe, is to act as a stimulus to creative ideas. Within the mind are all the resources required for successful living. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സക്സസ്ഫുൾ ലിവിങ്ങിന് വേണ്ട എല്ലാ റിസോഴ്സസും ഉണ്ട്. Ideas are present in the consciousness.
which when released and given scope to grow and take shape can lead to successful events. ആ കാര്യങ്ങൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോഴാണ് അത് സക്സസ്ഫുൾ ഇവന്റ്സിന് കാരണമാവുന്നത്. ഗോഡ് അവർ ക്രിയേറ്റർ ഹാസ് സ്റ്റോർഡ് വിതിൻ അവർ മൈൻഡ്സ് ആൻഡ് പേഴ്സണാലിറ്റീസ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റി. പ്രയർ ഹെൽപ്സ് us to tap and develop these powers. പ്രാർത്ഥന നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഗ്രേറ്റ് സ്ട്രെങ്ത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിൽ വിങ്സ് ഓഫ് ഫയർ. കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണലി അവരുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ടതും അഗ്നി അങ്ങനെയുള്ള റോക്കറ്റ് വിക്ഷേപണമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് തോട്ട്സ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാം, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.